നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് കോട്ടുള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് മിസ്റ്റർ സജിത്ത് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ചെയ്ത അൾജീരിയൻ വിൻഡോസ്, അതും വിത്ത് വൈറ്റ് ഫിനിഷിൽ. അവരുടെ വീട് കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത് അൾജീരിയൻ വിൻഡോസിലാണ്. അതേപറ്റിയുള്ള വിശേഷങ്ങളാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമസ്കാരം, ഞാൻ ആകാശ അഗസ്റ്റിൻ. ഗ്ലാസ് വിൻഡോസിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഈ വീടിന്റെ ഫ്രണ്ട് എലവേഷനിലേക്കാണ് ആദ്യം വരുന്നത്. ആദ്യം വരുമ്പോൾ തന്നെ കാണാൻ പറ്റും, താഴെ മുകളിലുമായിട്ട് നമ്മൾ ഫിക്സഡ് ആൻഡ് ഓപ്പണബിൾ ടൈപ്പിലുള്ള വിൻഡോസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ഡിസൈൻ വൈസ് നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഏകദേശം ഇതിന്റെ ഒരു സൈസ് വരുന്നത് ഒരു 3 മീറ്റർ ലെങ്ത്തും അതേപോലെ തന്നെ ഒരു 220 ഹൈറ്റും വരുന്ന 2 വിൻഡോസുകളാണിത്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഈ ഒരു 2 പോർഷൻ ഓപ്പണബിൾ എന്ന രീതിയിലും സെന്റർ ഫിക്സഡ്, അതേപോലെ തന്നെ അവിടെ 2 ഓപ്പണബിൾ. താഴെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കംപ്ലീറ്റ്ലി നമ്മൾ ഫിക്സഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മുകളിലത്തെ അതേ ഒരു യൂണിഫോമാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതേ ഹൈറ്റും അതേ കോളംസ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും വീഡിയോസിൽ പറയാറുണ്ട്, 90 സെന്റിമീറ്റർ ഹൈറ്റിൽ വേണം നമ്മൾ ഇങ്ങനെ ഒരു ഫിക്സഡ് ചെയ്യുമ്പോൾ ചെയ്യാനായിട്ടെന്നുള്ളത്. നമുക്ക് ഇതിന്റെ വീടിനകത്ത് നിൽക്കുന്ന സമയത്ത് ഏകദേശം ഇത് 90 സെന്റിമീറ്ററിലാണ് നമ്മൾ ഈ ഫിക്സഡുകളെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഓപ്പൺ ചെയ്തിടേണ്ട സമയത്ത് നമുക്ക് ഈ 2 വിൻഡോസ് ഓപ്പൺ ചെയ്തിടാം. ഇത് രണ്ടും ഈ രീതിയിലേക്കാണ് ഓപ്പണബിൾ ആവുന്നത്. സെന്റർ ഫിക്സഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കർട്ടൻസ് ഒക്കെ മാറ്റി വെക്കുന്ന സമയത്ത് നല്ലൊരു വ്യൂ നമുക്ക് പുറത്തേക്ക് കിട്ടും. പലപ്പോഴും വിൻഡോസ് ചെയ്യുന്ന സമയത്ത് നടുക്ക് പാർട്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ പുറത്തേക്കുള്ള വ്യൂ ആണ് നമുക്ക് മാക്സിമം നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ വലിയ വിൻഡോസ് ആണെങ്കിൽ നമുക്ക് 2 സൈഡിലും ഓപ്പണബിൾ കൊടുക്കാം. സെന്ററിൽ വലിയൊരു ഫിക്സഡ് കൊടുത്താൽ ഇവ നമ്മൾ കർട്ടൻസ് ഒക്കെ മാറ്റിയിടുന്ന സമയത്താണെങ്കിലും പുറത്തേക്കുള്ള നല്ലൊരു വിസിബിലിറ്റി നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇതിന്റെ ഒരു ഓപ്പണബിൾ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഈ രീതിയിലേക്കാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ അകത്തുനിന്ന് ഹാൻഡിലെല്ലാം ലോക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കംപ്ലീറ്റ് നമ്മൾ വിൻഡോ ഓപ്പൺ ചെയ്തിടുമ്പോൾ തന്നെ ആ ഒരു ലുക്ക് വൈസ് വീടിന്റെ ലുക്ക് തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിലേക്ക് ഇതിന് നമ്മൾ ഡിസൈൻ ചെയ്തത്. നമുക്ക് അൾജീരിയൻ വിൻഡോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് രീതിയിലും കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. നമ്മുടെ വീടിനനുസരിച്ചാണ് നമ്മളെപ്പോഴും അൾജീരിയൻ വിൻഡോസിനെ കസ്റ്റമൈസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാം കംപ്ലീറ്റ് ഹാർഡ്വെയർസ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന കിങ് ലോങ് ആണ്. ഇപ്പോൾ താഴെ ഫ്രിക്ഷൻ ഹിഞ്ചസ് വന്നിട്ടുണ്ട്, ഹാൻഡിൽസ് വന്നിട്ടുണ്ട്. ഹാൻഡിൽസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഫിനിഷിലാണ്. അത് നമ്മുടെ വീടിനനുസരിച്ചാണ്. ഇപ്പൊ നമ്മൾ വൈറ്റ് ആണ് കംപ്ലീറ്റ്ലി പ്രൊഫൈൽസ് പോയിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ ഇതിന്റെ ഗ്യാസ്കറ്റുകളെല്ലാം വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹാൻഡിൽ എന്ത് ചെയ്തത് ബ്ലാക്കിലേക്ക് പോയത്. ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ വൈറ്റിന് വൈറ്റ് ഹാൻഡിൽ തന്നെയാണ് കൊടുക്കുക. അത് ഓരോ വീടിന്റെ എസ്തെറ്റിക്കൽ വ്യൂ അനുസരിച്ചും ക്ലയന്റിന്റെ പ്രിഫറൻസ് അനുസരിച്ചുമാണ് നമ്മൾ ആ ഒരു ഹാൻഡിലിന്റെ സെലക്ഷൻസ് ചെയ്യുന്നത്. നമ്മൾ വീടിന്റെ എൻട്രൻസിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മളൊരു ലോങ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ലോങ് വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ ഒരു ഫിക്സഡും അതിന് മുകളിലായിട്ട് ഒരു ഓപ്പണബിൾ ഡിസൈൻ എന്ന രീതിയിൽ ഇപ്പോഴത്തേക്ക് വീടുകളിൽ എപ്പോഴും എല്ലാവരും ചെയ്യുന്നതാണ്. പണ്ടൊക്കെയായിരുന്നു നമ്മുടെ വിൻഡോസിന്റെ സൈസ് എന്ന് പറയുന്നത് ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഒരു 150, അതായത് ഒരു 1.5 മീറ്റർ ഒക്കെ. പക്ഷെ ഇപ്പോൾ ഉള്ള വീടുകളുടെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഫ്ലോർ ലെവലിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. അതായത് ഇപ്പൊ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഫ്ലോർ ലെവലിൽ നിന്നും ഒരു 15 സെന്റിമീറ്റർ കട്ട വന്നിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ത്രൂ ഔട്ട് ഏകദേശം ഒരു 190, 200 വരെ ഹൈറ്റിലുള്ള ഓപ്പൺ വിൻഡോയാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് എന്താണ് വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ താഴെ വരെ ഓപ്പൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തുറന്നിടുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഏകദേശം ഒരു 90 സെന്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹൈറ്റ് നമ്മൾ എങ്ങനെയാണ് എടുത്തതെന്ന് വെച്ചാൽ, നോർമൽ നമ്മൾ ഹാൻഡ് റൈൽസ് ബാൽക്കണി ഒക്കെ ചെയ്യുമ്പോൾ ഹൈറ്റ് എങ്ങനെയാണ് കൊടുക്കുക? 90 സെന്റിമീറ്റർ ആണ്. അത് ഏകദേശം നമ്മുടെ ഒരു അരപ്പൊക്കം. അപ്പോൾ ഇവിടെ നമ്മൾ അതേ കൺസിഡർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫ്ലോറിൽ നിന്നും ഏകദേശം ഒരു 90 സെന്റിമീറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്റെ ഒരു അരപ്പൊക്കത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഏരിയ വരെ നമ്മൾ ഫിക്സഡ് കൊടുത്തു. അതിന് മുകളിലേക്കായിട്ട് നമ്മളൊരു ഓപ്പൺ വിൻഡോയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് നമുക്ക് വേണ്ട സമയത്ത് നമുക്കിത് ഓപ്പൺ ചെയ്തിടുന്ന രീതിയിലേക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വൈറ്റ് ഫിനിഷിലാണ് ചെയ്തത്. അതേപോലെ തന്നെ ഗ്യാസ്കറ്റുകൾ വന്നിട്ടുണ്ട്. EPDM ഗ്യാസ്കറ്റുകൾ, ജോയിന്റ് ഫിനിഷ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഗ്ലാസ് വന്നിരിക്കുന്നത് സെൻഗോബൈൻ ടഫിന്റെ ആണ്. അതേപോലെ ട്രൂ ടഫ് ആണ് ഇത് ചെയ്തിരിക്കുന്നത് ഗ്ലാസ്. അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലാണ് ഇതിന്റെ ഓപ്പൺ വരുന്നത്. അപ്പൊ ഞാനിത് അകത്തുനിന്ന് ഓൾറെഡി ഇതിന്റെ നോബ് തിരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിൽ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റിയത്. നമ്മളിത് ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്ത് ഏകദേശം 45 ഡിഗ്രിയാണ് നമുക്കിത് ഓപ്പണബിൾ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം കറക്റ്റ് ഒരു 45 ഡിഗ്രിയിൽ ഇത് ഓപ്പണബിൾ ആണ്. അതേപോലെ തന്നെ താഴെയും മുകളിലുമായിട്ട് നമ്മൾ ഫ്രിക്ഷൻ ഹിഞ്ചസ് കൊടുത്തിട്ടുണ്ട്. കിങ് ലോങ്ങിന്റെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഹാൻഡിലേക്ക് വരികയാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർസ് എല്ലാം തന്നെ
നമ്മൾ കിങ് ലോങ്ങിന്റെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, ആ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ളത്. പിന്നെ ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ട് പറയാനുള്ളത്, നമ്മളെപ്പോഴും നല്ല കാറ്റടിക്കുന്ന ഏരിയകളൊക്കെ ആണെങ്കിൽ നമ്മുടെ പഴയ അലുമിനിയം വിൻഡോസിലൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളിവിടെ ഹിഞ്ചസ് കൊടുക്കും. എന്നിട്ട് ഇവിടെ നമുക്ക് ഒരു വൈൻ സ്റ്റോപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോപ്പറാണ് കൊടുക്കുന്നത്. അത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തന്നെ അത് ലോക്ക് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പൊ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രിക്ഷൻ ഹിഞ്ചസിന്റെ സ്പീഡ് വരെ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് കുറച്ചും കൂടെ ഹാർഡ് ആക്കണമെങ്കിൽ ഹാർഡ് ആക്കാം, അല്ലെങ്കിൽ ലൂസ് ആക്കണമെങ്കിൽ ലൂസ് ആക്കാം, ആ രീതിയിലേക്കാണ്. അപ്പം ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ എപ്പോഴും കസ്റ്റമേഴ്സിനുള്ള ഒരു ഡൗട്ടാണ്, അലുമിനിയം വിൻഡോസ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് ഉണ്ടോന്ന്. ഇതിന് സൗണ്ട് ഇല്ല. ഈ ഒരു സൗണ്ട് ആയിരിക്കും നമുക്ക് അലുമിനിയം വിൻഡോസ് ചെയ്യുന്ന സമയത്ത് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഗ്യാസ്കറ്റുകളാണ്. നമ്മൾ EPDM ഗ്യാസ്കറ്റ്സുകൾ കംപ്ലീറ്റ് ആയിട്ട് ഈ പ്രൊഫൈലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സൗണ്ട് ഒഴിവാകുന്നതും നമുക്ക് വീടിനകത്തേക്ക് ഒരു സൗണ്ട് പ്രൂഫ് കംപ്ലീറ്റ്ലി ഒരു 85% സൗണ്ട് പ്രൂഫ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതും ഈ രീതിയിലുള്ള ഗ്യാസ്കറ്റുകൾ കൊടുക്കുന്നത് കൊണ്ടാണ്. അടുത്ത നമ്മൾ വീടിന്റെ പുറത്തുനിന്ന് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു എസ്തെറ്റിക്കൽ വ്യൂ എങ്ങനെ ഉണ്ടാവും അറിയാനായിട്ടാണ്. പിന്നെ നമ്മൾ അടുത്തൊരു കിച്ചൺ ഏരിയയിലേക്ക് വരുമ്പോഴാണ് കേട്ടോ. കിച്ചൺ ഏരിയയിലേക്ക് വരുമ്പോഴേക്കും ഒരു 3 മീറ്റർ ലെങ്ത് ഉള്ള വിൻഡോയും അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഹൈറ്റ് ഏകദേശം ഒരു 40 സെന്റിമീറ്റർ, ഒരു 1.5 അടി ഒക്കെ അടുത്തേ നമുക്ക് ഇതിന്റെ ഈ ഒരു ഹൈറ്റ് എന്ന് പറയാനുള്ളൂ. ഇപ്പോഴത്തെ കിച്ചണൊക്കെ എല്ലാ വിൻഡോസുകളും ഈ രീതിയിലാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതിനെ ഏകദേശം ഇതിനൊരു നടുഭാഗം നമ്മൾ കംപ്ലീറ്റ്ലി ഫിക്സഡ് ആക്കി 2 സൈഡിൽ നിന്നും സ്ലൈഡ് ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ ഈ ഒരു ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേ സമയത്ത് നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞിരുന്നു നമ്മൾ നടുഭാഗം ഫിക്സഡ് ആക്കിയ ആ ഒരു വ്യൂ കിട്ടുന്നത്. അതേപോലെ തന്നെയാണ് നടുഭാഗം നമ്മൾ വലിയൊരു ഏരിയ ഫിക്സഡ് ആക്കിയിട്ടുണ്ട്. ബാക്കി 2 സൈഡിൽ നിന്നും സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലേക്കാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വിൻഡോ ഇവിടെ ലോക്കാണ്, അതുകൊണ്ടാണ് നമുക്കിത് പുറത്തുനിന്ന് ആക്കാനായിട്ട് സാധിക്കാത്തത്. നമുക്കിതിന്റെ അകത്താണ് ഇതിന്റെ പുഷ്പടനും കാര്യങ്ങളും ഇതെല്ലാം വരുന്നത്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത് സ്ലൈഡിങ് ആൻഡ് ഫിറ്റ്സിനെ പറ്റിയാണ്. അതായത് സെൻട്രൽ ഫിറ്റ്സും 2 സൈഡിൽ നിന്നും സ്ലൈഡിങ്ങും. ഇതേ ഏരിയയിൽ തന്നെ നമുക്ക് ടോപ്പ് ഓപ്പൺ അല്ലെങ്കിൽ ടോപ്പ് ഹാങ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 80 സെന്റിമീറ്റർ ഒക്കെ വീതി മുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ ടോപ്പ് ഓപ്പൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നടുഭാഗം ഫിക്സഡ് ആക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് രീതിയിലും കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് അതിന്റെ ആസ്തെറ്റിക്കൽ വ്യൂവിനനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ കംഫർട്ടും അതിന്റെ യൂസബിലിറ്റിയാണ് നമ്മൾ ഏറ്റവും മെയിൻലി നോക്കേണ്ടത്. അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് വീടിനകത്തുള്ള വിശേഷങ്ങളെ പറ്റി നോക്കാം. നമ്മൾ വീടിനകത്തേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ സോഫ സെറ്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ പുറത്തുനിന്ന് കണ്ട ആ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത വിൻഡോ. നമ്മൾ കർട്ടൻ മാറ്റുന്ന സമയത്ത് ഈ രീതിയിലേക്കുള്ള ഒരു വ്യൂ ആണ് നമുക്കിവിടെ അവൈലബിൾ ആവുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, നമ്മൾ ഈ ഒരു വിൻഡോ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആ ഒരു വിസിബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അതേ സമയത്ത് തന്നെ നമുക്കിതിന്റെ നടുഭാഗം വലിയൊരു ഏരിയ നമുക്ക് വേറെ സെക്ഷൻസോ പാർട്ടീഷനോ ഒന്നും ഇല്ലാതെ നമുക്ക് വന്നിട്ടുണ്ട്. കർട്ടൻസ് ഇടുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് ആ ഒരു പുറത്തേക്കുള്ള ആ ഒരു വ്യൂ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ഇതേപോലെ ഈ ഒരു രീതിയിൽ നമുക്ക് ഇവിടുത്തെ ഓപ്പൺ വിൻഡോസുകൾ നമുക്ക് തുറന്നു വെക്കാനായിട്ടും സാധിക്കും. അപ്പോൾ നമുക്ക് വീടിന് മോർണിംഗ് സമയത്തൊക്കെ നമുക്ക് നല്ല വെന്റിലേഷനും എയർ പാസേജ് ഒക്കെ നമുക്ക് ഈ ഒരു ഏരിയ വഴി നമുക്ക് വീടിനകത്തേക്ക് കിട്ടും. അതേപോലെ തന്നെ അടുത്ത സൈഡിൽ കൂടെ അത് പുറത്തേക്ക് പോകുന്ന രീതിയിലേക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സെക്ഷൻസ് ഏകദേശം ഇത് നമ്മൾ ഫ്ലോറിൽ നിന്നും ഒരു 80 to 90 സെന്റിമീറ്ററിലേക്കാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ പോലും ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടാലും കുട്ടികൾക്ക് ഇവിടം വരെ വരാനായിട്ട് സാധിക്കുള്ളൂ. ആ ഒരു അപകട സാധ്യത വളരെയധികം നമുക്കിവിടെ ഒഴിവായിട്ടുണ്ട്. നമ്മൾ ലിവിങ് ഏരിയയിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഗ്ലാസ് ഹാൻഡ് റെയിൽസ്, വളരെ ചെറിയൊരു പോർഷനാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും, ജസ്റ്റ് ഒരു 1 മീറ്ററിൽ ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ ആദ്യം ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ടിട്ടുണ്ട്. നോർമലി എപ്പോഴും നമ്മൾ ഹാൻഡ് റെയിൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗ്ലാസ് നോർമലി ഇവിടെ വരെ വരാറുണ്ട്. അങ്ങനെ ഒരിക്കലും കൊടുക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സൈഡിൽ നിന്നും ആക്സസ് ചെയ്യാനായിട്ട് പറ്റണം. ഇവിടുന്ന് വരുന്ന ഒരാൾക്കും വളരെ സ്മൂത്ത് ആയിട്ട് കയറാനും ഇറങ്ങാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സ്റ്റെപ്പിനെ അവിടെ ഒഴിവാക്കിയിട്ടിരിക്കുന്നത്. നമ്മൾ തേക്കിന്റെ വുഡാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 2.5-1.5 സൈസ് വരുന്ന വുഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ റെയിലിനെ നമ്മൾ കംപ്ലീറ്റ്ലി താഴെ വരെ കൊണ്ടുപോയിട്ടില്ല. ഏകദേശം ഈ ഒരു ഏരിയയിൽ വെച്ച് നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് 12mm സെൻകോപെയിൻ ടഫൻ ഗ്ലാസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് 304 SS സ്റ്റഡുകളാണ്. ഇനി നമ്മൾ ഇതിന് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇതിന്റെ ഒരു ഹൈറ്റിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 90 സെന്റിമീറ്ററോളം ഹൈറ്റ് ആണ് നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു അരപ്പൊക്കം എന്ന രീതിയിൽ തന്നെയാണ്.
ഇനി നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് തന്നെ ഇപ്പോഴത്തെ പല വീടുകളിലും ഉണ്ട് ഇതേപോലെ ഒരു ലാൻഡിങ് ഏരിയ ഉണ്ടാവും. ആ ഒരു ലാൻഡിങ് ഏരിയയിൽ ഇതേപോലെ വലിയൊരു ഫിക്സഡ് ഗ്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5-1.60 ലെങ്ത് വരുന്നതും അതേപോലെ തന്നെ ഹൈറ്റ് ഏകദേശം ഒരു 2 മീറ്റർ വരുന്ന വിൻഡോയാണ്. നമ്മൾ അതിനെ ഏകദേശം ഒരു 4 പാർട്ടീഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും ബോട്ടം വരുന്നത് ആ ഒരു ഏരിയയിൽ നമ്മൾ ഇതേപോലെ ഒരു ഹാൻഡിൽ കൊടുത്ത് ഇതിനെ ടോപ്പ് ഓപ്പൺ എന്ന രീതിയിലേക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തതെന്ന്. അത് നമുക്ക് ഈ ഒരു ഓപ്പണുമായിട്ട് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഇത് നമ്മൾ ഏകദേശം കൊടുത്തിരിക്കുന്നത് ഒരു 60 സെന്റിമീറ്റർ ആണ്. സോ ഇതേ പാറ്റേൺ തന്നെ മുകളിലേക്ക് കൊണ്ടുവരാനാണ് എല്ലാം നമ്മൾ ഈക്വൽ സൈസ് എന്ന രീതിയിലേക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ഏകദേശം ഒരു 45 ഡിഗ്രി ആംഗിൾ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കാണാം ഒരു സപ്പോർട്ടും ഇല്ലാതെയാണ് ആ ഒരു ഫ്രിക്ഷൻ സ്റ്റേയിൽ ഈ ഒരു ടോപ്പ് ഓപ്പൺ ഇത്രയും ലെങ്ത്തിൽ നിൽക്കുന്നത്. അതേ സമയത്ത് നമുക്കിത് ഏത് ആംഗിളിൽ വേണമെങ്കിലും നിർത്താൻ സാധിക്കും. ഈ ഒരു ആംഗിളിൽ നിർത്താം, ഈ ഒരു ആംഗിളിൽ നിർത്താം. നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് എത്രത്തോളം എയർ വേണോ ആ രീതിയിൽ നമുക്കിതിനെ കസ്റ്റമൈസ് ചെയ്ത് ഈ രീതിയിൽ നിർത്താൻ സാധിക്കും. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾക്ക് വരാവുന്നൊരു ഡൗട്ടാണ് കുറെ നാളുകൾ കഴിയുമ്പോൾ ഈ ഒരു ഫ്രിക്ഷൻ സ്റ്റേ ഇതിൽ ഡാമേജ് എന്തെങ്കിലും വരുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ചിലപ്പോൾ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതായത് ഇതിന്റെ ഈ ഒരു സ്മൂത്ത്നെസ് നമ്മൾ ഈ ഒരു ലോഡ് എടുത്തിട്ട് ഇങ്ങനെ താങ്ങി നിൽക്കുന്നു. അതേപോലെ ഈ ഒരു സ്മൂത്ത്നെസ് ചിലപ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഫ്രിക്ഷൻ സ്റ്റേയിൽ നിങ്ങൾക്ക് തന്നെ അത് ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സർവീസ് ചോദിച്ചാൽ നമ്മൾ ടൈറ്റ് ചെയ്യും. പക്ഷെ ഏതൊരു കസ്റ്റമർക്കും അത് ഈസി ആയിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടൈറ്റ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കും കിട്ടുന്നതായിരിക്കും. നമ്മളിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഗ്ലാസ് ഹാൻഡ് റെയിൽസ് ആണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം നമ്മൾ സ്റ്റീൻ ബിലോ വരുന്ന ഒരു ഏരിയ ആണ്. ഏകദേശം ഒരു ലെങ്ത് പറയുകയാണെങ്കിൽ ഒരു 4.5 മീറ്ററോളം ലെങ്ത് വരുന്ന ഒരു ഏരിയ ആണിത്. ഇതിപ്പോ നമുക്ക് ഏകദേശം എൻ്റെ ഒരു പൊക്കം നിൽക്കുന്ന സമയത്ത് എൻ്റെ അരപ്പൊക്കത്തിലും ഹൈറ്റിലും നമ്മളിവിടെ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുണ്ട്. നോർമലി നമ്മൾ 90 സെന്റിമീറ്ററിലാണ് നമ്മളെപ്പോഴും ഹൈറ്റ് പ്രിഫർ ചെയ്യാറ്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് നമ്മളൊരു 1 മീറ്ററോളം നമ്മളതിന്റെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഓരോ കസ്റ്റമേഴ്സിനനുസരിച്ചാണ്. അപ്പൊ അവരുടെ പ്രിഫറൻസ് അനുസരിച്ചാണ്. അവർക്ക് അതിലൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് 1 മീറ്ററിൽ കൊടുക്കാനായിട്ട് പറ്റും. നമ്മളൊരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലേക്കൊക്കെ പോകുന്ന സമയത്ത് കാണാൻ പറ്റും നമ്മുടെ ഏകദേശം ഈ ഒരു നെഞ്ചിന്റെ പൊക്കം വരെ നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവും ഗ്ലാസ് ഹാൻഡ് റെയിൽ വരുന്ന കണ്ടിട്ടുണ്ടാവും. അതൊരു സേഫ്റ്റി അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ വീടുകൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 90 മാക്സിമം 1 മീറ്റർ അവിടെ വരെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മളിപ്പോൾ ഇതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ മുകളിലേക്ക് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 2.5-1.5 തേക്കിന്റെ വുഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. താഴെ നമ്മൾ ഏകദേശം ഒരു 12 mm ടഫൻ ഗ്ലാസ് സെൻഗോബൈൻ ടഫൻ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇത്രയും ഒരു ഏരിയ ഒരു 4.5 മീറ്ററോളം വരുന്ന ഒരു ലെങ്ത് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഹാളിലേക്ക് വളരെ നല്ല രീതിയിൽ ലൈറ്റിംഗ് കിട്ടാനായിട്ട് നമ്മൾ ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ഏരിയയിൽ ഒരു വലിയൊരു ഫിക്സഡ് ഗ്ലാസ് നമ്മൾ 3 പാർട്ടീഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. തിരിച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിലെ കംപ്ലീറ്റ് ഒരു ആസ്തെറ്റിക്കൽ വ്യൂ അനുസരിച്ചാണ് നമ്മൾ ആ ഒരു 3 പാർട്ടീഷനായിട്ട് അവിടെ തിരിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു താഴെ ഏറ്റവും ഫ്രണ്ടിലെ വിൻഡോനെ പറ്റി. അതിന് മുകളിലും അതേ സൈസിലും അതേ ഡയമെൻഷനിലും ഒരു ഗ്ലാസ് വിൻഡോയും കൂടെ ഉണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്നത്. അതായത് ഏകദേശം നമ്മൾ നേരത്തെ സൈസ് തന്നെ ആദ്യം പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ ഇതേപോലെ ഒരു വിൻഡോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഊഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 3 മീറ്ററോളം ലെങ്ത്തും ഹൈറ്റ് ഏകദേശം ഒരു 2.30 ഹൈറ്റ് വരുന്ന ഒരു വിൻഡോയാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. താഴത്തെ ഒരു ഡിസൈനിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ നമ്മൾ ചെയ്തത്. അതിൽ ഏറ്റവും ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനാണ്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ വീടിന്റെ ഫ്യൂച്ചറിലേക്ക് ആ ഒരു പുറമേയുള്ള ഏരിയയിലേക്ക് ഒരു ബാൽക്കണിയും കൂടെ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ്. ഒരു ഹാങ്ങിങ് ബാൽക്കണിയും കൂടെ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഡോർ എന്ന രീതിയിലേക്കാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ രീതിയിലേക്ക് നമുക്കിത് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് പോകുന്ന രീതിയിലേക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ 40 സീരീസിന്റെ സെക്ഷൻസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നോർമലി നമുക്ക് ഡോറ് വിത്ത് ലോക്ക് അതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 50 സീരീസ് അങ്ങനെയുള്ള സീരീസുകളിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹാൻഡിലിൽ തന്നെ ലോക്ക് വരുന്ന സിസ്റ്റംസ് ഉണ്ട്. അതുപോലെ ടവർ ബോൾട്ട് വരുന്ന സിസ്റ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് അതെല്ലാം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ ഇതിന് 3 ലോക്ക് എന്ന രീതിയിലേക്കാണ് ആ ഒരു സേഫ്റ്റി ഉറപ്പുവരുത്താനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മളിവിടെ സെൻട്രൽ ഒരു വലിയൊരു ഫിക്സഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു പോർഷനിലേക്കൊക്കെ വരുന്ന സമയത്തേക്ക് നമ്മൾ ഇതിന് രണ്ടിനെയും താഴെ ഫിക്സഡും ഈ രീതിയിലേക്ക് ഓപ്പണബിൾ ആണ്. നമുക്കിത് രണ്ട് സൈഡിലേക്കും ഓപ്പൺ ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഏകദേശം ഒരു 80 സെന്റിമീറ്റർ ഹൈറ്റിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ ഒരു സേഫ്റ്റിയാണ് എപ്പോഴും നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. ഈവൻ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ഫുൾ ആയിട്ടുള്ള ഓപ്പണബിൾ കൊടുത്താൽ പോലും ഫസ്റ്റ് ഫ്ലോറിലേക്കൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ സീൻ ബിലോ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതുപോലൊരു പോർഷൻ കൊടുക്കണം. നമ്മൾ വലിയ ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സേഫ്റ്റി ഉറപ്പുവരുത്താനായിട്ട് നമ്മൾ ഈ ഒരു പോർഷൻ ഒരു 80 to 90 സെന്റിമീറ്ററിൽ എപ്പോഴും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് ഒക്കെ തന്നെയാണ്. ഹാർഡ്വെയർസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിരിക്കുന്ന കിങ് ലോങ് ആണ്. ഹാൻഡിൽസ് അതേപോലെ തന്നെ ഫ്രിക്ഷൻ സ്റ്റേ. പിന്നെ നമ്മൾ ഇതിന്റെ ഒരു വീതിയെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ കുറച്ചൊരു വീതി കൂടുതലുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഏകദേശം 80 സെന്റിമീറ്ററോളം ഇത് വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് ഹൈറ്റ് ഏകദേശം ഒരു 160 ആ ഒരു സൈസിലേക്കാണ് വന്നിരിക്കുന്നത്. വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് കാണാൻ പറ്റും രണ്ട് വിരൽ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ്. എന്നാൽ സഡൻ ആയിട്ടൊരു കാറ്റൊന്നും അടിച്ചാൽ സ്പീഡിൽ വന്ന് അടിക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമുക്ക് നല്ല കാറ്റുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് തന്നെ നമുക്കിതിന്റെ ഒരു ടൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫ്രിക്ഷൻ സ്റ്റേയിൽ കാണാൻ പറ്റും ഒരു ഗോൾഡൻ കളറിൽ സ്ക്രൂ തന്നിരിക്കുന്നത്. ഈ ഒരു സ്ക്രൂ നമുക്ക് ടൈറ്റ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ ഒരു സ്പീഡിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ബീച്ച് സൈഡിലുള്ള വിൻഡോസ് ഒക്കെയാണ് ചിലപ്പോൾ നല്ല കാറ്റായിരിക്കും അവിടെ അടിക്കുന്നത്. അങ്ങനെയുള്ള ഏരിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ രീതിയിലുള്ള സ്ക്രൂസ് നമ്മൾ കൊടുത്ത് അത് നമ്മൾ കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ സ്മൂത്ത്നെസ് കുറച്ചുകൂടെ കുറയും. പക്ഷെ എന്താണ്, ശക്തമായ കാറ്റടിക്കുന്ന സമയത്ത് ഇത് വന്ന് അടിക്കത്തില്ല. നോർമലി അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഫ്രിക്ഷൻ സ്റ്റേ തന്നെ കൂടുതലും യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ ഫ്രിക്ഷൻ സ്റ്റേനെ പറ്റി പറഞ്ഞു. ഫ്രിക്ഷൻ സ്റ്റേനെ പറ്റി പറയുമ്പം തീർച്ചയായിട്ടും ഹിഞ്ചിനെ പറ്റിയും പറയണം. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫ്രിക്ഷൻ സ്റ്റേ ഉപയോഗിക്കുമ്പോഴുള്ള ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ ഹിഞ്ചസ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നത്? നമുക്ക് മെയിൻലി ഫ്രിക്ഷൻ സ്റ്റേ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. മാക്സിമം ഒരു വിൻഡോ ഹൈറ്റ് എന്ന് പറയുന്നത് 180 ആയിരിക്കണം എന്നുണ്ട് നമ്മൾ ഫ്രിക്ഷൻ സ്റ്റേ ഉപയോഗിക്കുമ്പോൾ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ലോഡ് വരുന്ന സമയത്ത് ഇതിന്റെ ഫ്രിക്ഷൻ സ്റ്റേ ഡാമേജ് ആവുകയും ഫ്യൂച്ചറിലേക്ക് ഇത് ബെൻഡ് ആവുക അല്ലെങ്കിൽ അടയാതിരിക്കുക, അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് നഷ്ടപ്പെടുകയും ചെയ്യും നമ്മൾ അതിൽ കൂടുതൽ ഹൈറ്റ് കൊടുക്കുന്ന സമയത്ത്. അപ്പൊ നമ്മൾ വിൻഡോ ചെയ്യുന്ന സമയത്ത് ഒരു ഡിസൈനിങ് ടീം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അതിന്റെ ലെങ്ത്, വിഡ്ത്ത്, അതിന്റെ വെയിറ്റ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഏത് ഫ്രിക്ഷൻ സ്റ്റേ വേണം, ഏത് കൊടുത്താലാണ് അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഹിഞ്ചസിനെ പറ്റിയാണ്. നമ്മൾ ഹിഞ്ചസ് കൊടുത്താൽ എങ്ങനെയുണ്ടാവും? ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ ഒരു ഹൈറ്റ് ഏകദേശം ഒരു 2.30 വരുന്നുണ്ട്. അപ്പൊ ഒരിക്കലും നമുക്ക് ഇതിന് ഫ്രിക്ഷൻ സ്റ്റേ കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ ഫ്രിക്ഷൻ സ്റ്റേ കൊടുക്കുന്ന സമയത്ത് നമുക്ക് 45 ഡിഗ്രിയിലാണ് നമുക്ക് ഓപ്പണബിൾ. അപ്പോൾ ഇത് നമുക്കൊരു ഓപ്പൺ ഡോർ എന്ന രീതിയിലേക്കാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കാണാനായിട്ട് പറ്റും ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹിഞ്ചസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏകദേശം 1, 2, 3, 4 ഹിഞ്ചസോളം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹിഞ്ചസ് വരുന്ന സമയത്ത് ഇതിപ്പോ നല്ല ശക്തമായിട്ടൊരു കാറ്റടിച്ചാൽ ഇത് താനെ വന്ന് അടയും. ഇല്ലെങ്കിൽ ഇത് നമ്മൾ തുറന്നു വിട്ടാൽ ഇത് കംപ്ലീറ്റ്ലി ഇങ്ങനെ ഇത് ഓപ്പൺ ആവും. അതുകൊണ്ടാണ് നമ്മൾ ഹിഞ്ചസ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിന് മുകളിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പല ഹാർഡ്വെയർസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഏത് രീതിയിലും ചെയ്യാൻ പറ്റും. ബട്ട് ഞാൻ എവിടെയാണ് ഹിഞ്ചസ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് പറഞ്ഞത്. നമുക്ക് നോർമലി ഇതുപോലെയുള്ള ഡോറുകൾ വരുന്ന സമയത്ത്, ഹൈറ്റ് കൂടുതലുള്ള വിൻഡോകൾ വരുന്ന സമയത്തൊക്കെയാണ് കൂടുതലും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതേപോലെയുള്ള ഹിഞ്ചസ് ഉപയോഗിക്കുന്നത്. മാക്സിമം എപ്പോഴും നമ്മുടെ ഒരു വിൻഡോ സൈസ് ആണ് ഒരു 60 സെന്റിമീറ്റർ വിട്ടും ഒരു 180 ഹൈറ്റ് ഒക്കെയാണ്. അതിനുള്ളിലാണ് നിങ്ങളുടെ വിൻഡോ വരുന്നതെങ്കിൽ മാക്സിമം ഫ്രിക്ഷൻ സ്റ്റേയിലേക്ക് തന്നെ പോവുക. അങ്ങനെ പോകുന്ന സമയത്താണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അതവിടെ നിൽക്കുന്ന രീതിയിലേക്കാണ് വരുന്നത്. അടുത്തൊരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഏതൊക്കെ ഡിസൈനിലാണ് നമ്മൾ ഇവിടെ ഓപ്പണബിളിനെ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ നോക്കുന്ന സമയത്ത് നമ്മളിവിടെ കർട്ടൻസ് ഉണ്ട്. ഏറ്റവും മെയിൻലി നമ്മൾ ഈ വീട്ടിൽ കണ്ടിരിക്കുന്നത് എവിടെയും ഗ്രിൽസ് ഇല്ല എന്നുള്ളതാണ് കേട്ടോ. പക്ഷെ അതിനനുസരിച്ചുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് ഓട്ടോമേഷനിലായാലും ഈ വീട്ടിൽ അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ വീട്ടിൽ ഒരു ഏരിയയിലും എന്തുകൊണ്ട് ഗ്രിൽസ് ഇല്ലാത്തത്. അതേസമയത്ത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മളിതിന് വേറെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസോ അല്ലെങ്കിൽ ഒരു അസ്ഥികളായിട്ട് നോക്കിയിട്ടില്ല. ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ഓപ്പണബിൾ വിൻഡോസ് ആണ്. 2 സൈഡിലേക്കും ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ്. ഏകദേശം ഇതിന്റെ ഒരു വിഡ്ത്ത് ഒക്കെ പറയുകയാണെങ്കിൽ ഒരു 120 വിഡ്ത്ത് നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഒരു ആസ്തെറ്റിക്കൽ വ്യൂ വെച്ചിട്ട് 2 സൈഡിലേക്കും ഓപ്പൺ ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ ഇതിനിവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴേക്കും നമ്മളിവിടെ വലിയ കർട്ടൻസ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ആ ഒരു കർട്ടൻസിനെ നമ്മൾ നീക്കി കഴിയുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഡിസൈൻ തന്നെ നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ കൊടുത്തിരുന്ന അതേ ഡിസൈനിലേക്ക് തന്നെയാണ് നമ്മൾ ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നത്. നടുഭാഗത്ത് വലിയ ഫിക്സഡ് ഗ്ലാസ്, അതായത് നമ്മളിപ്പോൾ ജസ്റ്റ് കർട്ടൻ നമ്മൾ ഇത്ര മാത്രമാണ് ഓപ്പൺ ചെയ്തിടുന്നതെങ്കിൽ
നമ്മൾക്ക് ആ വീടിന് പുറത്തേക്കുള്ള വ്യൂ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിലേക്കാണ്. പിന്നെ അതിനുശേഷം നമ്മളിവിടെ ഒരു ഓപ്പണബിൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 60 സെന്റിമീറ്ററോളം വീതിയുള്ള ഒരു ഓപ്പണബിൾ വിൻഡോ. അതിന് താഴത്തേക്കായിട്ട് നമ്മൾ ഒരു ഫിക്സഡ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരു 90 സെന്റിമീറ്റർ ഹൈറ്റ് എന്ന രീതിയിലാണ്. ഇപ്പൊ നമ്മളിവിടെ നമ്മൾ വന്ന് നിൽക്കുന്ന സമയത്തൊക്കെ വളരെ നല്ല ഒരു വ്യൂ പുറത്തേക്ക് കിട്ടുന്ന രീതിയിലേക്കാണ് നമ്മൾ ഇതിന്റെ ഒരു ഡിസൈൻ സ്പെക്ക് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ കണ്ടത് അൾജീരിയൻ വിൻഡോസ് വൈറ്റ് പ്രൊഫൈലിൽ ചെയ്താൽ എങ്ങനെയുണ്ടാവും എന്നുള്ളതാണ്. അത് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും, ഓപ്പണബിൾ ആയിക്കോട്ടെ, സ്ലൈഡിംഗ് ആയിക്കോട്ടെ, പല രീതിയിൽ കസ്റ്റമൈസ് ഡിസൈൻ കൊണ്ട് ചെയ്തത് എങ്ങനെയുണ്ടാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ പുതിയ ഡിസൈനുകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.